ഹായ്. നമ്മൾ കുറേ അധികം പേരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റും ബാക്കിയുള്ളതൊക്കെ വായിച്ചപ്പോൾ ഈ ഒരു വിഷയം എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഞാനൊരു ഇസ്ലാം വംശജയാണ്. ഇസ്ലാമിൽ ജനിച്ചത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഇസ്ലാമായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അത് മാത്രമല്ല, ഇസ്ലാം ആയി ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച എനിക്ക് അഭിപ്രായങ്ങളിൽ വളരെ കൺട്രോൾ വേണ്ടതും ഒരു അനിവാര്യമാണ്. അല്ലാച്ചാൽ അത് വേറെ വലിയ പ്രശ്നത്തിലേക്കൊക്കെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് വസ്തുതയും. ഇപ്പം എൻ്റെ കാര്യം പറയാനല്ല, ഞാൻ പാലക്കാട് നഗരസഭയിൽ നടന്ന ഒരു നീതികേടിനെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പാലക്കാട് നഗരസഭയുടെ നടപടിക്കെതിരെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് ബഹുജന മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് സംഘാടക സമിതി. ഇവർ മാർച്ച് നടത്തിക്കൊണ്ടെന്തെങ്കിലും നടക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഉൾപ്പെടെ CPM, CPI, INC, IUML, WP ഒക്കെ ചേർന്ന് 10 സെന്റ് ചോദിച്ച ശൂദ്രന്മാർക്ക് 20 സെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു യോഗം ഉണ്ടായി. ആ യോഗത്തിൽ പ്രതിപക്ഷം പോലും അത് ഐക്യകണ്ഠേന പാസ്സാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിലെന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം ഈ പറയുന്ന ഹൈന്ദവ ജനതയോട് യാതൊരു പ്രോബ്ലവും ഇല്ല. ഞങ്ങളെ ഒന്നിക്കാൻ വിടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നലെ ഒരു സംഖ്യ വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം എനിക്ക് അവർ ഒന്നിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ്. ജാതിയില്ല എന്ന് അവകാശപ്പെടുന്ന വിഷകലയുടെ കൂടെ നിൽക്കുന്ന പാലക്കാട് നഗരസഭാ കാര്യാലയത്തിൻ്റെ പ്രധാന കൊണാണ്ടറായ ചേച്ചിയും മിസ്സിസ് കൃഷ്ണകുമാർ ചേച്ചിയും ഒക്കെ തന്നെ കാണിച്ച ഒരു വൃത്തികേടാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവാണ് നഗരസഭാ കാര്യാലയത്തിൽ നടക്കുന്ന ഈ ഒരു 20 സെന്റിൻ്റെ തർക്കം. ഇത് തർക്കമൊന്നല്ല. പൊതു ശ്മശാനങ്ങൾ എന്താണെന്ന് ആദ്യം ഒരു എക്സ്പ്ലനേഷൻ തരാം. പൊതു ശ്മശാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരേ രീതിയിലുള്ള ചടങ്ങുകളല്ല, മരണാനന്തര ചടങ്ങുകൾ. മരണാനന്തരം ഹിന്ദുക്കൾ ചെയ്യുന്നത് ചിലരൊക്കെ അവരവരുടെ വീടുകളിൽ തന്നെ ദഹിപ്പിക്കും, തെക്കോ ഭാഗത്തൊക്കെ കൊണ്ടുവയ്ക്കുകയോ അങ്ങനെ വടക്കോ അങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ട് കത്തിക്കും. അങ്ങനെ കുറേ ചടങ്ങുകളാണ്. ചിലർ അവരുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടും, ചിലർ പൊതു ശ്മശാനത്തിലേക്ക് കൊടുക്കും. ബേസിക്കലി അധികം പേര് പൊതു ശ്മശാനത്തിലേക്കാണ് വിടുക പതിവ്. കത്തിച്ച് കളയാൻ അവിടെയാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെയാണ് പതിവ്. അതേസമയം ക്രിസ്ത്യൻസും മുസ്ലിമും എന്ന് പറയുന്നത് അവർക്ക് സഭാ നേതൃത്വങ്ങൾ ഉണ്ടാകും. മുസ്ലിംസിന് പള്ളി വക, കമ്മിറ്റി വക അവർക്ക് വേണ്ടിയിട്ടുള്ള കബറുകൾ ഉണ്ടാകും. അപ്പം അങ്ങനെയാണ് രീതി. അത് എക്സ് മുസ്ലിം ആയാലും ഇപ്പോൾ അതാണ് രീതി. ഒരു H, I, Z, W ഒക്കെ പറയുമെങ്കിലും മരിക്കുമ്പോൾ കബറിലേക്ക് വരാനാണ് താല്പര്യപ്പെടുന്നത്. മുസ്ലിങ്ങൾ അടക്കുന്ന ഒരു ഭാഗത്തേക്ക് വരാണ്. പൊതു ശ്മശാനത്തിലേക്ക് പോയി അറിയത്തില്ല. കുറേ റിയൽ യുക്തിവാദികളൊക്കെ പൊതു ശ്മശാനത്തിൽ പോയിട്ടുണ്ട്. പകുതിയോളം പേര്, മെജോറിറ്റി, ഇപ്പോഴത്തെ യുക്തിവാദികളല്ല, മുൻപുള്ള യുക്തിവാദികളൊക്കെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടും. ഇപ്പോൾ യുക്തിവാദികൾ അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ളവർ നിർബന്ധിച്ചുകൊടുന്ന് കബറിൽ കൊണ്ട് കിടക്കും. കാരണം അവർക്കിത് നിർബന്ധം. അവർക്ക് നമ്മുടെ കൂടെ കബറിൽ തന്നെ കിടക്കട്ടെ, തലതിരിഞ്ഞ് പോയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ശരിയാക്കിക്കൊള്ളാം, തോപ ചെയ്യാം എന്നൊക്കെ ടൈമാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ഭാഗമില്ല. നഗരസഭയിൽ നടന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഗരസഭയിലെ കാര്യാലയത്തിലെ തള്ള വേടനെതിരെ നീങ്ങിയപ്പോൾ BJP അവരെ തള്ളി പറഞ്ഞത് എന്ത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും BJP അവരെ തള്ളി പറഞ്ഞത്? BJP പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ജാതിയൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ഡീസൻ്റാണ്, ഭയങ്കര എക്സ്ട്രീം ലെവലാണ്. ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു വിഷയത്തിൽ കൂടെ റിവീലായത്. പഴയ കാലമല്ല. ഇപ്പോൾ അപ് ടു സെക്കൻഡിൽ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വിരൽ തുമ്പിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആ ടെക്നോളജി ഉപയോഗിച്ച് ആളുകൾ വിശകലനം ചെയ്യുകയും വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യും. ധന്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തിയ പ്രഭാഷണമല്ല, ഡിബേറ്റിൽ അവർ വന്നിരുന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ, അതിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ കൗൺസിലർ ഈ സ്ത്രീ കൊടുത്ത കേസ് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ പണിയായി. വേടനെതിരെ അവർ കൊടുത്ത കേസ് കൊണ്ട് അവർ വൈറലാകുമെന്നും അവർ ഫേമസ് ആകുമെന്നും വിചാരിച്ചപ്പോൾ BJPയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ ഒരു ചെയ്ത്ത് പൊതുജന ശ്രദ്ധ ആകർഷിച്ചു എന്നുള്ളതാണ് വസ്തുത. എന്താണെന്നൊന്നും കൂടെ പറയാം. നഗരസഭയിൽ ബ്രാഹ്മണർക്കൊരു സെക്ഷൻ, നായന്മാർക്കൊരു സെക്ഷൻ, 20 സെന്റാണ് പതിച്ചു കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണന്മാരുടെ ചടങ്ങുകൾ നടത്തി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം പബ്ലിക് ഇതെന്ന് പറയുന്നത്, അതായത് പൊതു ശ്മശാനം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളതാണ്. അവിടെ ക്രിസ്ത്യൻസിനെ അടക്കാം, ഹിന്ദുക്കളെ അടക്കാം, മുസ്ലിങ്ങളെ അടക്കാം. ഇപ്പം നമുക്ക് പള്ളിയിൽ വേണമെന്നുണ്ടെങ്കിൽ പൊതു ശ്മശാനത്തിൽ കൊണ്ടിട്ട് അടക്കാം, മുനിസിപ്പാലിറ്റി തൂക്കി കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അതിനാണ്. അപ്പോൾ അവിടെ ഇന്ന മതസ്ഥരെന്നോ ഇതൊന്നും പാടില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു ചെയ്ത്തും കൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയാണ്, ഭരണ പ്രതിപക്ഷങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് 20 സെന്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമല്ലേ? ജാതീയ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് പാടില്ല എന്ന് പറയുമ്പോൾ അത് ഉച്ചനീചത്വങ്ങളാണെങ്കിലും നീച ഉച്ചത്വങ്ങളാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അതാണ് അവിടെ അങ്ങനെ ഒരു ഇത് നടക്കുന്നത്. അപ്പം ഞാൻ ഇതിന് ആധാരമായി ലിബിയുടെ ഒരു പോസ്റ്റിൽ വന്നൊരു കാര്യം ഒരു ഭാഗം മാത്രം വായിക്കാം. നോർമലായി ബ്രാഹ്മണ പുരുഷന് മാത്രമേ കത്താത്ത സുനയുമായി സ്വർഗത്തിൽ പോകാൻ അവകാശമുള്ളൂ. ശൂദ്രന് സ്വർഗത്തിൽ പോകാൻ ചില പ്രത്യേക ഓഫറുകളുണ്ട്. യാഗത്തിൽ ബലിമൃഗമാകുക, ഓരോ യാഗവും ഓരോ ജിഹാദാണ്. കൂടാതെ ബ്രാഹ്മണ സേവ ചെയ്യുക, അങ്ങനെ മുന്തിയ ജാതിയിൽ ജനിക്കുകയും സ്വർഗത്തിൽ പോവുകയും ചെയ്യാം. ശങ്കരന്റെ ഭഗവത്ഗീതാ ഭാഷ്യം 1844 1844 അതും ശ്രേണിയിലുള്ള സ്വർഗമാണെന്നാണ് തോന്നുന്നത്. ശൂദ്രന്റെ സുന കത്ത്.
അപ്പോൾ ശ്മശാനത്തിൽ ബ്രാഹ്മണർക്ക് എന്തായാലും പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അക്കൂട്ടത്തിൽ ശൂദ്രർക്ക് കൂടി പ്രത്യേക മതിലും 20 സെന്റ് ഷെഡും അനുവദിച്ചു കൊണ്ട് ഒരു വലിയ വിപ്ലവമാണ് ഹിന്ദു മതത്തിൽ പാലക്കാട്ടെ സംഘികളുടെ നഗരസഭ ചെയ്തത് എന്ന് കാണാതിരിക്കരുത്. വേണമെങ്കിൽ അതിനെയും നവോത്ഥാനം എന്ന് വിളിക്കാവുന്നതാണ്. ചാതുർവർണ്ണ്യം നല്ലതാണെന്നും ചാതുർവർണ്ണ്യവും ബ്രാഹ്മണ മേധാവിത്വവും അംഗീകരിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്നുമാണ് ഇവിടുത്തെ സുപ്രീം കോടതി വരെ പറയുന്നത്. ഈ വർണ്ണത്തിലൊന്നും പെടാത്ത ഞങ്ങളും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പുറമ്പോക്ക് ജന്തുക്കൾ ശൂദ്രന്മാർക്ക് 20 സെന്റ് കൊടുത്തതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് കാര്യമാക്കേണ്ടതില്ല. മാത്രമല്ല, ആകെപ്പാടെ 52 സീറ്റിൽ കഷ്ടിച്ച് 28 സീറ്റ് മാത്രമേ BJP കേവല ഭൂരിപക്ഷത്തിലാണ് അവിടെ ഭരിക്കുന്നത്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഉൾപ്പെടെ CPM, CPI, INC, IUML, WP ഒക്കെ ചേർന്നാണ് 10 സെന്റ് ചോദിച്ച ശൂദ്രന്മാർക്ക് 20 സെന്റ് പതിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നവോത്ഥാനമാണ്. ഇത് പാലക്കാട് നഗരസഭ നടപടിക്കെതിരെ നടക്കുന്ന ബഹുജന മാർച്ചിനെ കോട്ട് ചെയ്തുകൊണ്ട് ലിബി എഴുതിയ ഒരു വാചകമാണ്. അപ്പം ഞാൻ ഇത് എടുക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രത്തോളം നോട്ടർ പുള്ളി ആയതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീത, ശങ്കരൻ്റെ ഭഗവത്ഗീതയിലെ 18:44 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതും കൊണ്ട് എൻ്റെ തലയിലോട്ട് കയറും. മാത്രമല്ല, ഇവരുടെ വലിയപ്പനായ എന്നെ ഓടി ഒരു എന്നെ തൂക്കിക്കൊണ്ട് പോകാൻ. അതുകൊണ്ടാണ് അത് റെഫർ ചെയ്തതെന്നുള്ളത് വസ്തുത. ഭയമാണെന്ന് വെച്ചാൽ ചില ഭയങ്ങൾ എനിക്കുമുണ്ട് എന്നുള്ളത് കറക്റ്റ്. ഞാൻ പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ, 28 സീറ്റേ ഉള്ളൂ എന്ന് വളരെ ലഘുവായി ലിബി അത് എഴുതുമ്പോഴും അതൊരു ഡേഞ്ചറസ് സാധനമാണ്. ഒന്നായാലും അരമുറി ആയാലും പാഷാണം തന്നെയല്ലേ. പാഷാണം എന്താണ് ചെയ്തതെന്ന് നോക്കുക. നഗരസഭയിൽ നടക്കേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവിടെ ലഹരി മുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതിനപ്പുറം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പൊസിഷനിൽ കയറിയിരുന്നു കൊണ്ട് ശവം ദഹിപ്പിക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പ്രത്യേക പോർഷൻ ഉണ്ടാക്കി വെക്കുകയാണ്. ഈ ഒരു വിഷയത്തിന് ഞാൻ ഇതിൽ സൂചിപ്പിച്ചപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നിരുന്നു. നിങ്ങൾ എങ്ങനെ പറയും ബ്രാഹ്മണന്റെ സുന കത്തുന്നില്ല? സുനാ കത്തലാണെന്നും ഇരുമ്പ് ചട്ടിയിട്ടുകൊണ്ടാണ് ആളുകൾ ചാകുന്നതെന്നും അത് മരിക്കുന്നത് ജിഹാദാണെന്നും അത് അങ്ങ് പോകാനാണെന്നും അവിടെ ചെന്നിട്ട് പ്രോഗ്രാം ചെയ്യാനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ജാമിതയെ പോലുള്ളവർക്കുള്ള മറുപടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ബ്രാഹ്മണന്റെ സുന കത്തില്ല. കത്താതിരിക്കാൻ മന്ത്രമോതും. നിങ്ങൾ കാണുന്ന ബോഡിയാണ് കത്തുന്നത്, ശരീരമാണ് കത്തുന്നത്. സ്പെസിഫിക്കലി ആ സുന കത്താതിരിക്കാനുള്ള മന്ത്രം ഉച്ചരിക്കും അവർ. അതാണ് 18:44 എന്ന് പറയുന്ന ആ സംഗതി പോയി വായിച്ചാൽ ഞങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. ബ്രാഹ്മണൻ മാത്രമേ സ്വർഗത്തിൽ പോകൂ. ബാക്കിയുള്ള ശൂദ്ര, വൈശ്യ, ശാത്രി അവരൊന്നും സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനായി ജനിക്കണം. ബ്രാഹ്മണൻ ദൈവത്തിന് അതീതൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ അപ്പനാണ് ബ്രാഹ്മണൻ എന്നാണ് പൊതുവിലൊരുത്തുന്നത്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ബ്രാഹ്മണർക്കുള്ളൊരു സ്പെഷ്യാലിറ്റിയും ബ്രാഹ്മണവധം പാപമാണ് എന്നുള്ള രീതിയിൽ ബ്രാഹ്മണരെയൊന്നും വധിക്കത്തില്ല. ഇനി അവർ കൊടും കുറ്റവാളികളാണ്. അതിൻ്റെ ഉദാഹരണം 11 പേരെ കയറൂരി വിട്ടിരിക്കുന്നുണ്ടോ. പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പിഞ്ച് പൈതലിനെ തലക്കടിച്ച് കൊന്നിട്ടും ഈ നിയമം പാസ്സാക്കിയ BJP ഗവൺമെന്റിന് ആ 11 പേരെ കൊല്ലാനുള്ള അധികാരമില്ല. കാരണം അവർ ബ്രാഹ്മണരാണ്. ബാക്കി ശൂദ്രനും ഇതേപോലെ സുന സംരക്ഷിക്കപ്പെടും. സ്വർഗത്തിൽ പോവില്ല എന്നുള്ളതൊക്കെ അവരുടെ കർമ്മഫലം പോലിരിക്കും. ബ്രാഹ്മണനെ സേവ് ചെയ്യുകയാണെങ്കിൽ കർമ്മഫലത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രാഹ്മണൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല വെച്ചാൽ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പോയിട്ടു. അവിടെ ഉർവശി, രമ്പത്തിലോത്തമ, അങ്ങനെ കുറേ ഓമന, ചങ്കരി, മാധവി അവരൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് ഈ പ്രോഗ്രാം ചെയ്യാം. എല്ലാ മതങ്ങളിലും ഉള്ളതാണ് സ്വർഗ്ഗനര കൺസെപ്റ്റുകൾ. പക്ഷേ ഹിന്ദു മതത്തിൽ അത് ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒരു വിഭാഗത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമാണ്. അപ്പോൾ സുന കത്തുമോ ഇല്ല എന്നുള്ള സംശയം തീർന്നില്ലേ. സുന കത്തും, പക്ഷേ യഥാർത്ഥത്തിൽ കത്തില്ല. അതിനുള്ള മന്ത്രം അവർ ഉച്ചരിക്കും. ആ മന്ത്രം ഉച്ചരിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഒരു സ്പെഷ്യൽ പോർഷൻ വേണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു അഫിഡവിറ്റ് ചോദിച്ചു ഗവൺമെന്റിനോട്. സുപ്രീം കോടതി ബ്രാഹ്മണ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് എന്നായിരുന്നു സുപ്രീം കോടതിയിലേക്ക് അഫിഡവിറ്റ് കേരള സർക്കാർ കൊടുത്തത്. ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിക്കാൻ തക്കവണ്ണമുള്ള ഒരു നോളജുള്ള ഒരു അഭിഭാഷകൻ ഇന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കുറേയധികം പേരുണ്ട്. പക്ഷെ അവർക്കാർക്കും ഇത് ഭരണഘടന വെച്ചിട്ട് ഇതിനെ ഖണ്ഡിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഖണ്ഡിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ തോന്നിവാസങ്ങൾക്ക് ഒരു തടയുണ്ടാവും. വിഷയം വേടനിലേക്ക് വരാം. വേടനെ പിടിച്ചൊന്ന് ഉരുട്ടിയപ്പോൾ ഇവർ വിചാരിച്ചു വേടനെതിരെയുള്ള, അതായത് വേടൻ്റെ ഈ ഒരു റാപ്പ് സംഗീതം അതുമൂലം കുട്ടികൾ ഭയങ്കര അട്രാക്റ്റ് ആകുന്നുണ്ട്. ഇപ്പം നമ്മുടെ തൊപ്പിയെ പിടിച്ചപ്പോഴത്തേക്ക് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ കുറേ പേര് സന്തോഷിച്ചു. കാരണം കൊച്ചുമക്കളാണ് അവനെ ഫോളോ ചെയ്യുന്നത്. അവൻ്റെ തെറിവിളി അട്രാക്ട് ചെയ്യുന്നത് കൊച്ചുകുട്ടികൾ തന്നെ. കൊച്ചുകുട്ടികൾ അത് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യും, എന്നിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഏകദേശം തൊപ്പിക്കിട്ട് താങ്ങുന്നുണ്ട്. അതേ ഒരു ലെവലാണ് വേടനെന്ന് അവർ വിചാരിച്ചത്. തൊപ്പിയെ പിടിച്ച് 2 പൊട്ടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. വേടനതല്ല. വേടനെ പൊട്ടിക്കേ പോയിട്ട് കയ്യൊന്ന് ഓങ്ങാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം അവൻ പറയുന്നതൊക്കെ സത്യങ്ങളാണ്. അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷം 100 കൊല്ലം മുമ്പ് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ വസ്തുതകൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള തെളിവാണ് ഈ പറയുന്നത്. ഇത് വെളിയിലേക്ക് വരാൻ കാരണമായത് പാലക്കാട് അമ്മച്ചിയാണ്. ചുമ്മാ ഇരുന്നെങ്കിൽ ഇത് ആരും അറിയത്തില്ലായിരുന്നു, നമ്മളും അറിയില്ലായിരുന്നു. നന്നായി എന്നല്ലേ ഇപ്പോൾ തോന്നുന്നത്. ഇതുകൊണ്ടാണ് BJP അവരെ തള്ളിപ്പറഞ്ഞത്. കാരണം പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ശ്രമഫലത്തിൽ മോങ്ങിജി ഉൾപ്പെടെ സർവത്ര പേർക്കും പ്രശ്നമാവുക മാത്രമല്ല BJP ഏറ്റവും അധികം നാറി എന്നുള്ളതാണ് വസ്തുത. ഈ വിഷയം പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് സഹായകമായി എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞ മകൾക്കായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മുടെ
മാൻഡ്രേക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ മാൻഡ്രേക്കിന് അതനുസരിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ മാൻഡ്രേക്കിൻ്റെ അണ്ടറിലുള്ളവരും അല്ലെങ്കിൽ മാൻഡ്രേക്കിൻ്റെ പാർട്ടിയിലുള്ള ഞങ്ങളെയൊക്കെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് മകൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ സത്യം വിളിച്ചു പറയും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിനകത്തൊന്നും ഒരു പൊടി പോലും മാറി നിൽക്കത്തില്ല. ബ്രാഹ്മണ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൺസെപ്റ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മതത്തിനെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്കാരത്തിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോവുക ചെയ്യുകയും അവർ യുണൈറ്റഡായി നിൽക്കുകയും വേണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആവശ്യം. പക്ഷേ ഇതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ മിത്തുകളും ഇതിനേക്കാൾ ഉപരി വൾഗറിസവുമാണ് അതിനകത്തുള്ളത്. അതൊന്നും ഞങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൂടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മനുഷ്യർക്ക് വേദന ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് പലതും വിഴുങ്ങുന്നതാണ്. അല്ലാണ്ട് അറിവില്ലായ്മ കൊണ്ടോ ആ ബോധമില്ലായ്മ കൊണ്ടോ അല്ല. കൃത്യമായി ഈ വാക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് കാര്യം പറയാൻ സാധിക്കും എന്നുള്ളത് വസ്തുത. അപ്പം ഈ വിഷയത്തിൽ അപ്പുറത്ത് നിന്നുള്ള അറ്റാക്ക് ജെട്ടിയിട്ടുകൊണ്ട് പിന്നെ തീവ്രവാദിയായി എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇതെടുത്ത് വെച്ച് ഞാൻ പറയും എന്നുള്ള ഒരു സൂചന മാത്രമാണ് ഞാൻ ഇതിൽ കൂടെ തരുന്നത്. ഏകദേശം വേടൻ കാരണം പൊതുസമൂഹത്തിന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇവിടെ ജാതി ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ആ പയ്യനെ എല്ലാവരും ഭയപ്പെടുന്നതും അവൻ്റെ വാക്കുകളെ അത്രയധികം ഭീകരമായി ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതും. അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഉണ്ട് ഇവിടെ ജാതി. ആ ജാതി വൾഗറാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതിനേക്കാൾ ഭീകരമാണ്, ഭയാനകമാണ്. ആദിവാസി ഊരുകളിൽ പോയി നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ പോക്സോ ക്രൈമുകൾ നടക്കുന്നത് അവിടെയാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഡ്രഗ്സും ഇതേപോലുള്ള സെക്സും ഒക്കെ ഏറ്റവും കൂടുതൽ അവിടെയാണുള്ളത്. അവിടെയാണ് പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ. ഇനി ഒരു വിഷയം കൂടെ പറയാം. ഈ ആദിവാസി മേഖലയിലുള്ള ഒരു കുട്ടിക്കാണ് ഈ പറയുന്ന 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ കൊല്ലപ്പെട്ടത്. ആത്മഹത്യയിൽ അത് കൊല്ല തന്നെയാണ്. ആര് ചെയ്താലും അത് കൊല തന്നെയാണ്. പാർട്ടിയുടെ ബേസിൽ അത് ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കാരി അതുകൊണ്ട് മറച്ചു വെക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കൊല തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറ്റക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഉപരി അമ്മ തന്നെയാണ്. ആ അമ്മയുടെ നെഗ്ലിജൻസ് ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അങ്ങനെയുള്ളൊരു 100 അമ്മമാരെ, വേണമെങ്കിൽ അതിൽ കൂടുതൽ അമ്മമാരെ ആദിവാസി ഊരുകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. നിവർത്തികേടിൻ്റെ പാരമിതിയിൽ പലതും കണ്ടില്ല എന്ന് വെക്കേണ്ട ഒരു അവസ്ഥകേട് ആദിവാസികൾക്കിടയിലുണ്ട്. അവരെ സംരക്ഷണവും അവരെ ഉന്നമനത്തിന് നിൽക്കേണ്ട ഗവൺമെൻറ് ഇതേപോലുള്ള അത്യാവശ്യം ടോപ്പ് ലെവലിലേക്ക് എത്തി നിൽക്കുന്ന വേടനെ പോലുള്ളവരെ പോലും ആക്രമിക്കുമ്പോൾ താഴ്ന്ന വിഭാഗത്തിനുണ്ടാകുന്ന ആ ഒരു ഇതെന്തെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് നടന്നൊരു സംഭവം കൂടി ഇതിനൊപ്പം മാച്ചപ്പ് ചെയ്യാം. ഇന്ന് കിട്ടിയ വാർത്തയാണ്, ആദിവാസി യുവാവായി 19 വയസ്സുകാരൻ പയ്യനെ അതിഭീകരമായി മർദ്ദിച്ചിരിക്കുകയാണ്. എങ്ങനെയെന്നറിയട്ടെ, കെട്ടിയിട്ടിട്ട് വിവസ്ത്രനാക്കി. അവൻ തുണി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു അടി നടന്നിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? പാലക്കാട് തന്നെയാണ്. പാലക്കാടാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരെണ്ണം നടന്നത് വെച്ചിട്ട് മാച്ചപ്പ് ചെയ്യലെന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ഏതിലാണെന്ന് അറിയാം. ഇപ്പോൾ ഒരു കുടുംബത്തിലെ പ്രശ്നം എടുക്കാം, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കും, നമ്മളെ വിളിച്ചില്ല, നമ്മൾ പോവില്ല. പിന്നെ അവിടെ നടക്കുന്ന ഒരു ചടങ്ങിന് നമ്മൾ പോകത്തില്ല. പക്ഷെ ഒരു മരണം നടന്നാൽ നമ്മൾ പോവില്ലേ? കാരണം മരണത്തിൽ നമുക്ക് യാതൊരു വൈരാഗ്യവും ഉണ്ടാവത്തില്ല. ഒരാൾ മരിച്ചു എന്ന് നമ്മൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ ചെല്ലും. പിണക്കമാണെങ്കിൽ നമ്മളവിടെ പോകും. മരണത്തിൽ പോലും വേർതിരിവുണ്ടാക്കുന്ന ഒരു വിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഈ വിഭാഗമാണ്. അതാണ് ശ്മശാനത്തിൽ 20 സെന്റ് ശൂദ്രർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ആരാണ് ശൂദ്രരെന്ന് ഞാൻ പറഞ്ഞ സംഗതി അതിനകത്ത് ഒരുപാട് വാക്യമുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നെറ്റിൽ അവൈലബിൾ ആണ്. 1 തൊട്ട് ഇനി ഏറ്റവും ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്. 44 വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ പുസ്തകം എടുത്ത് വെച്ച് വായിക്കേണ്ടി വരും. ഏതായാലും ആധികാരികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴില്ല. ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പറയുമെന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് സംഘികൾ എന്നെ വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കാനായിട്ട് വരേണ്ട, ഞാൻ നന്നാവത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ അവഹേളിക്കാൻ വേണ്ടി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണയല്ല, കൃത്യമായി എവിഡൻസ് വെച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വന്ന കുറേ കമൻസ് ഉണ്ട്. ഈ കമൻസാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാനുള്ള മൂല കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത് ഈ കമൻസിനൊന്നും മറുപടി അർഹിക്കുന്ന കമൻറ്റുകളല്ല. എന്നാൽ പോലും ചില കമൻസ് നമ്മൾ മറുപടി കൊടുക്കണം. ബ്രാഹ്മണർ മരിച്ചു കഴിഞ്ഞാൽ സുന കത്തിക്കില്ല എന്ന് ഷെഫീന പറയുന്നു. എന്തൊക്കെ വിഡിത്തങ്ങളാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ശരീരം മുഴുവൻ കത്തിക്കുകയല്ലേ ചെയ്യുന്നത്? കാശിയിൽ ശരീരങ്ങൾ കത്തിക്കുന്നത് എപ്പോഴും ആർക്കും കാണാവുന്നല്ലേ? മാധവ് സ്ഥിരമായിട്ട് എൻ്റെ ഇതിൽ വന്ന് കമൻറ്റ് ഇടുന്ന ഒരാളാണ്. ഇതൊക്കെ ഭയങ്കര സംശയങ്ങളാണ്. അപ്പം മാധവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഗതി, അതൊന്ന് പോയി നോക്കുക. ശങ്കരൻ്റെ ഭഗവത്ഗീത ഭാഷ്യം 1844. അപ്പം അതൊന്ന് പോയി മാധവ് നോക്കുക. മാധവിന് ഏകദേശം അതിൻ്റെ ഒരു കൊണാഫിക്കേഷൻ മനസ്സിലാവും. ഓക്കെ, അടുത്ത മാധവിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഷെഫീന പറയുന്നത്? വിമർശിക്കുന്നവർ ആദ്യം വിഷയം പഠിക്കണം. വർണ്ണവും ജാതിയും ഒന്നല്ല. ആണോ? ശരി. മനുഷ്യർ സ്വഭാവം അനുസരിച്ച് 4 തരം ഉണ്ടെന്നാണ് പ്രമാണം. അതും ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം 4 തരമുണ്ട്. ശരി. ഒരു കുടുംബത്തിലെ അമ്മ ശൂദ്രയായും ഒരു മകൻ ബ്രാഹ്മണനായും മറ്റൊരു മകൻ വൈശ്യനായും ജീവിക്കുന്ന കഥ വേദത്തിൽ പറയുന്നുണ്ട്. ഗുണവും കർമ്മവും കൊണ്ടാണ് വർണ്ണം ഉണ്ടാവുന്നത് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതൊരു ലോക നിയമമാണ്. ആയിക്കോട്ടെ. ജാതി എന്നത് അതിപുരാതന ഗോത്ര സംസ്കൃതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതികൾ ഉള്ളത് ഏറ്റവും പൗരാണികർ എന്ന് പറയപ്പെടുന്നവരിൽ ആണ്. പുലയനും പറയനും നായാടിയും ഉള്ളാടനും ആശാരിയും മൂശാരിയും കുശവനും അങ്ങനെ 100 കണക്കിന് ജാതികൾ തൊഴിലടിസ്ഥാനപരമായി നിലനിൽക്കുന്ന സംസ്കൃതിയാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് നായന്മാരാണോ?
മുസ്ലിംസ് ആയിരിക്കും അല്ലേ പിന്നെ? ഓക്കെ. ഇന്ത്യയിലെ ആദിവാസികൾ പോലും ജാതികളുണ്ട്. അങ്ങനെ തുടങ്ങി പുള്ളിയുടേത് അങ്ങ് നിലനിൽക്കുകയാണ്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാര്യം. പ്രമാണങ്ങളിൽ ഉള്ളതിന് വിപരീതമായി ഷെഫീന സംസാരിക്കുമ്പോൾ എന്തോ കാപട്യമുള്ളത് പോലെ തോന്നും. അത് ഏതോ അജണ്ടയുടെ ഭാഗമാണെന്ന് മനസ്സിലാവും. അത് ശരിയായ സമീപനമല്ല. ഇത് പുള്ളി വീണ്ടും പറയണത് ഞാൻ കപടത പറഞ്ഞു എന്നാണ്. അതാണ് ഞാൻ ആ സംഗതിയുടെ നമ്പരും കൊണ്ടുവന്നിട്ട് ഇനി ഒരു കമൻറ്റും കൂടി ഉണ്ട്, അതും കൂടെ വായിക്കാം. ഇത് കൊള്ളാം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നേരെ എന്ന് പറഞ്ഞതുപോലെയാണല്ലോ. ഖുറാനും ഹദീസുകളും ഷെഫീനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എവിടെയാടാ ഞാൻ പറഞ്ഞത് ഖുറാനും ഹദീസുകളും നാണക്കേട് ഉണ്ടാക്കണമെന്ന്? എനിക്ക് യാതൊരു നാണക്കേടും ആ പറയുന്ന ഗ്രന്ഥങ്ങൾ മൂലമില്ല. അത് എടുത്തു വെച്ച് നുണ പറയുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള ഒരു പുച്ഛം അത്രയേ ഉള്ളൂ. അല്ല, അതിനകത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു നാണക്കേടുള്ളതായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഹിന്ദു മതത്തെക്കുറിച്ച് കളവ് പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആണോ? ഹിന്ദു മതം ചീത്തയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മതം പരിശുദ്ധമാകാൻ പോകുന്നില്ല. എൻ്റെ മതം ഇസ്ലാം മതം തന്നെയാണ്. അത് ചീത്തയാണ് എന്ന് നീ പറഞ്ഞാൽ അത് ചീത്തയാകാൻ പോകുന്നില്ല. നിന്റെ മതം ചീത്തയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. അനാവശ്യങ്ങൾ പറയരുത്. ഷെഫീനയുടെ കോംപ്ലക്സുകൾ പുറത്തു വരുമെന്ന് മാത്രം. ആഴത്തിലുള്ള വർഗീയ ചിന്താഗതിയാണ് ഷെഫീനയ്ക്കുള്ളത് എന്ന് ലോകത്തിന് മനസ്സിലാകും. ഉദാഹരണത്തിന്, വേദങ്ങളിൽ ജാതി എന്നൊരു വാക്കുപോലും ഇല്ല. ഷെഫീന കളവ് പറയുമ്പോൾ ഇതുവരെ മതം പഠിക്കാത്ത ഹിന്ദുക്കൾ അത് പഠിക്കും. ഒരു മുസ്ലിമിന്റെ കള്ളത്തരം ലോകം തിരിച്ചറിയും. നടക്കട്ടെ. ശരിയാണ്, ഞാനൊരു ഇസ്ലാം കമ്മ്യൂണിറ്റി ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കള്ളത്തരം പൊതുസമൂഹം അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ധൈര്യസമേതം ഞങ്ങൾ മദ്രസ നടത്തുന്നത് പോലെ, നിങ്ങൾ സൺഡേ ക്ലാസ് പിന്നെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ ഈ പഠനം ഒന്ന് നടത്തണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്തി അവർക്ക് കൊടുക്കണം. അവർ തന്നെ നിങ്ങൾക്ക് മറുപടി തന്നോളൂ. സോ അങ്ങാടി തോറ്റന് അമ്മയുടെ നെഞ്ചത്തൊന്നും നിങ്ങളാണ് കാണിക്കുന്നത്. പൈസ കൊടുത്ത് ആളുകളെ ഇറക്കി ഇസ്ലാം മതത്തിനെ അവഹേളിക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അതിനകത്തൊരു മോശം പറയാനില്ല എന്നുള്ളത് വസ്തുത. എൻ്റെ തലയിൽ തട്ടമാണ് നിങ്ങളെ അലസോരപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ അത് മാറ്റിവെച്ചത്. എൻ്റെ സ്വാതന്ത്ര്യമാണ്, അതാരും ചോദ്യം ചെയ്യാറില്ല. എൻ്റെ മഹല്ലോ എൻ്റെ ജമാത്തോ ഒന്നും അത് ചോദ്യം ചെയ്യാറില്ല. അതാണ് ഇസ്ലാം അനുവദിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ വയസ്സിൽ ഇത്രയും കാലം ജീവിച്ച എനിക്ക് ആ മതത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് തുറന്നു തന്നെ ഞാനത് പറയുന്നത്. ഞാൻ അനുഭവിച്ച നല്ല വശങ്ങൾ ഞാൻ തുറന്നു പറയും. മോശപ്പെട്ടതുണ്ടെങ്കിൽ അപ്പോഴും എൻ്റെ ആ ഒരു മറുപടി അവിടെ ഉണ്ടാകും. ഞാൻ ആരെയും ഭയപ്പെടുന്ന വ്യക്തിയല്ല. മാധവന് ഏകദേശം കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നതെന്ന് ഇപ്പം വ്യക്തമല്ലേ? വേടന് വേണ്ടി വിരിച്ച വലയിൽ വന്നു വീണത് BJP ആയതുകൊണ്ടാണ് BJPക്കാർ ഒന്നടങ്കം ചേച്ചിയെ തള്ളി പറഞ്ഞത്. ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്ന ചെയ്ത്ത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? പൊതുസമൂഹം ഇളകിയിട്ടുണ്ട്. ശ്മശാനത്തിലേക്ക് കുത്തിത്തിരിപ്പ്, ഈ വേറുകൃത്യം അവർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. മതം വേണ്ട എന്ന് പറയുന്നവർ മരിക്കുമ്പോഴും അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ എച്ചിലുകളെ പോലെ ചത്താ ഉടനെ ഞങ്ങളുടെ പള്ളിക്കാട്ടി കൊണ്ടൊന്ന് കുഴിച്ചിടരുത്. വേസ്റ്റ് കുഴിച്ചിടാനുള്ള സ്ഥലമല്ല പള്ളിക്കാട്. അതാണ് സത്യം. അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലും ഉണ്ടല്ലോ, മെഹറൂൻ ചൊല്ലി പുറത്താക്കപ്പെട്ടവർ അവരവർ പണി നോക്കി പോവുക. ഇപ്പം ഏകദേശം ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായില്ലേ, മതം ചേർക്കാനുള്ളതല്ല, മതത്തിൽ നിന്ന് പുറത്താക്കലാണ് കൂടുതൽ നടക്കുക. മതത്തിനൊരു ചര്യയുണ്ട്, രീതിയുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവർ അതിനകത്ത് വേണ്ട എന്ന് തന്നെയാണ് അവിടെ പറയുക. അതാണ് സത്യവും. നിങ്ങൾ വളച്ചൊടിക്കാനും ആളുകളുടെ തലയിൽ കുത്തിവെക്കാനും ശ്രമിക്കുന്ന ഒരു വൃത്തികേട്, അതാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് RSS പാടില്ല, എന്തുകൊണ്ട് BJP പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മുഖ്യ രൂപമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നിങ്ങൾ രാഷ്ട്രീയം പറയില്ല, നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നും പറയില്ല. നിങ്ങൾ പറയുന്നത് മുഴുക്ക ജാതീയതയാണ്, നിങ്ങൾ പറയുന്നത് മുഴുക്ക അസമത്വമാണ്, നിങ്ങൾ പറയുന്ന മുഴുക്ക വൃത്തികേടുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ നീക്കി നിർത്തണമെന്ന് പറയുന്നത്. നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഉച്ചനീചത്വമാണ് മെയിൻ. ബ്രാഹ്മണന് വേണ്ടി ജീവിക്കുന്ന കുറേ ബ്രാഹ്മണക്കുന്നവന്മാരാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അപ്പോൾ അതിൽ തിരിച്ച് ഇവിടുന്ന് മറുപടി ഉണ്ടാവും. കാലങ്ങളായി ഞങ്ങൾ ചെയ്തു കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങൾ തീർത്തും വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങളാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. കണ്ണിന്റെ മുന്നിൽ ഇതുപോലെ അനീതി കണ്ടാൽ അത് കണ്ടാൽ മിണ്ടാതെ പോവുക എന്ന് എൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മതമാണ് പ്രശ്നമെങ്കിൽ, എൻ്റെ തലയിലെ തട്ടമാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റിയിട്ടുകൊണ്ട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ലല്ലോ. അതെൻ്റെ അപജയമായിട്ട് ഞാൻ കാണുന്നില്ല, നിങ്ങളുടെ അപജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വിഷയവും പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്താൽ പച്ച തെറി വിളിക്കും. ഞാൻ തെറിത്താത്തെന്ന് പേര് കിട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ കേട്ടാൽ മതി. എന്നെ വിളിച്ചിട്ട് ബ്രെയിൻ വാഷിന് വരരുത്. ഞാൻ പറഞ്ഞ സംഗതി 18:44 പോയി നോക്കുക. നോക്കി വായിച്ച ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും റെഫറൻസ് എന്നോട് പറയാനുണ്ടെങ്കിൽ കോൾ മീ, ഐ വിൽ എക്സ്പ്ലെയിൻ. അത്രയേ ഉള്ളൂ. ഇത് ഞാനൊരു ചെറിയ സാമ്പിളാണ് തരുന്നത്. എക്സ്ട്രീം ലെവലിൽ എന്നെക്കൊണ്ട് ഇത് പറയിക്കരുത്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് ദഹിക്കാത്തൊരു വിഷയമാണെന്ന്. മനസ്സിലായില്ലാത്തവർക്ക് ഒന്നും കൂടെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ജനകീയമായ ഭാഷയിൽ ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യാം. മനസ്സിലാകാത്തവർ മാത്രം മതി കേട്ടോ. അല്ലാത്തവർ അവരവരുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന ഒരു തമ്പോടുകൂടി ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.